ഹായ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളും കൂടെ എഴുന്നേൽക്കും. കണ്ടില്ലേ, രാവിലെ അവരെയും എടുത്തുകൊണ്ടാണ് ഞാനും ചേട്ടനും അടുക്കളയിലേക്ക് പോകുന്നത്. നേരത്തേക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ കട്ടിൽ കിടത്താറായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ അത് നടക്കില്ല കേട്ടോ. കാരണം മക്കൾ കട്ടിലിൽ നിന്നും എടുത്ത് ചാടും. കയ്യിൽ വന്നാൽ എല്ലാ പാത്രങ്ങളും എല്ലാം വാരി വിതറി അവളുമാരിടും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുക്കളയിലെ എല്ലാ ജോലികളും ഞാനും ചേട്ടനും ചേർന്ന് ഒതുക്കി വെച്ചു. അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചൂരക്കറി ഉണ്ട്, ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്, ചൂര വറുത്തതുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി രസം വെച്ചിട്ടുണ്ട്. മക്കൾ അടുക്കളയിൽ കയറുന്നത് ഡേഞ്ചറാണ്. കാരണം താഴെ കിടക്കുന്ന എല്ലാ ചപ്പി അവരോടും വായിക്കകത്താക്കാൻ നോക്കും. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകൾ തലയ്ക്ക് ചുറ്റും വേണമെന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഹാളിൽ കിടത്തുകയോ എവിടെയെങ്കിലും പിടിച്ചു വയ്ക്കാന്ന് കഴിഞ്ഞാൽ കിടന്ന് നിലവിളിക്കും വെളുപ്പിനെ. അത് നടക്കില്ല. അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവരും. പിന്നെ അവർക്ക് വേണ്ടിയുള്ള കുറുക്കും അതിനോടൊപ്പം തയ്യാറാക്കി റെഡിയാക്കി വെക്കും. പിന്നെ രണ്ടാളെ എടുത്ത് മുകളിലെത്തും. അച്ഛൻ കുറച്ച് നേരം മക്കളെ ഇങ്ങനെ പയ്യെ പയ്യെ നടത്തിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം കറക്റ്റ് 7 മണിക്ക് തന്നെ ഞാൻ അവർക്ക് കാക്കുറുക്ക് ഉണ്ടാക്കി കൊടുക്കും. ഉണക്കി പൊടിച്ച കാപ്പൊടിയും അതിനകത്തേക്ക് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് അനക്കൽക്കണ്ടവും ഇട്ട് കുറുക്കിയെടുത്താണ് മക്കൾക്ക് രാവിലെ 7 മണിക്ക് കൊടുക്കുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് മക്കളെ കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കാനുള്ള വെള്ളമെല്ലാം തയ്യാറാക്കി വെച്ച് മക്കളെ കുളിപ്പിച്ചെടുക്കും. നേരത്തേക്ക് കുളിപ്പിക്കാൻ എളുപ്പമായിരുന്നെന്ന് തന്നെ പറയാം. ഒരു സ്ഥലത്ത് തന്നെ കിടക്കുന്നത് കൊണ്ട്. ഇപ്പോൾ അവർ ഇരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇരിക്കാനും ഇഴയാനും അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽക്കാനും ഒക്കെ ഉള്ളൊരു വെപ്രാളമാണ്. അതുകൊണ്ട് നമ്മുടെ കൈ നിൽക്കുന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ അത്രയും കെയർ ചെയ്താണ് കുളിപ്പിക്കുന്നത്. ഒരാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ആൾ അവിടെ ബഹളം തുടങ്ങും. ഇതുപോലെ വെള്ളത്തിലൊക്കെ അലമ്പിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോപ്പ് കിട്ടിയ വായിലെടുത്ത് വയ്ക്കാനും ചവയ്ക്കാനും ഒക്കെ നോക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു. മക്കളെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയിട്ടാണ് ഞാൻ പോയി കുളിക്കുന്നതേ. അത് അവർ ഒരു പൂച്ചയുറക്കമാണ്, പെട്ടെന്ന് തന്നെ എണീക്കും. പിന്നെ ഞാൻ കഴുകിയ തുണി എല്ലാം കൊണ്ട് വിരിച്ച് ഉണക്കാനായിട്ട് ഇട്ടു. അപ്പോൾ തന്നെ മക്കൾ ഒരാൾ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. പിന്നെ അവളെയും ഉറക്കി കിടത്താൻ ശ്രമിച്ചു. അവളെ ഉറക്കി കിടത്തി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത ആൾ വീണ്ടും ചാടി എഴുന്നേൽക്കും. അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിലോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരാളെ എടുത്തുകൊണ്ട്, ആ ഉണരുന്ന ആളെ ഒരിച്ചിരി സമയം കിട്ടുന്ന സമയത്ത് ഒരാളെ എടുത്തുകൊണ്ട് പോയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇപ്പം എവിടെ കിടത്തിയിട്ട് പോകാനൊരു ഭയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ കിടത്തിയിട്ട് മറ്റു ജോലികൾ ചെയ്തുകൂടെയെന്ന് ചോദിക്കും. താഴെ കിടത്തിയാലും ഇവർ നമ്മുടെ കണ്ണ് തെറ്റിയാൽ അവിടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വായി വയ്ക്കാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കും. അതും അവരെ ഒന്നെങ്കിൽ താഴെ കൊണ്ട് വെക്കുകയോ എന്നോടൊപ്പം അടുക്കളയിൽ കൊണ്ട് വെക്കുകയോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ക്യാരറ്റ് റൈസാണ്. നമുക്ക് വേണമെങ്കിൽ ചോറിനകത്ത് നെയ്യിട്ട് അവർക്ക് കൊടുക്കാം. എന്നാലും ക്യാരറ്റ് റൈസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്യാരറ്റിൻ്റെ റൈസ് തന്നെയാണ് കൊടുക്കുന്നത്. അതവർ ഭയങ്കര ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് അത് തയ്യാറാക്കുന്നതിന് മുന്നേ ഇടവേളകളിൽ ഞാനൊരു ഇമ്മിണി പാല്, മദർ മിൽക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. എന്നാൽ കൂടി ഈ ഫോർമുല മിൽക്ക് വളരെ കുറഞ്ഞ അളവിൽ ഇച്ചിരി ദാഹത്തിന് വേണ്ടി മാത്രം കൊടുക്കും. ഇത് ക്യാരറ്റ് റൈസാണ്. അതൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്ന് അവർക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. അതവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. കണ്ടില്ലേ, ചുമ്മാ അവർ കഴിക്കാത്ത സാധനം ഇങ്ങനെ ചുമ്മാ വായി കുത്തിക്കയറ്റി കൊടുക്കുന്നതിനേക്കാൾ നല്ല ഇഷ്ടമുള്ളത് എന്തോന്ന് വെച്ചാൽ അവർ വയറ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുക. അത് ഏറ്റവും ഗുണമുള്ളത് ക്യാരറ്റാണല്ലോ. പിന്നെ കഞ്ഞവെള്ളം ദാഹത്തിന് ഇടയ്ക്കിടയ്ക്ക് രാവിലെ ചോറ് വയ്ക്കുന്നതിന് മാറ്റി വെച്ചിട്ട് അത് ഇമ്മിണി ഉപ്പിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ദാഹത്തിന് കൊടുക്കും കേട്ടോ. എല്ലാ ആഹാര സാധനങ്ങളും ഇവർക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മൾ ജസ്റ്റ് ഇമ്മിണി ഒന്ന് വായിച്ച് ടേസ്റ്റൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഏത്തയ്ക്ക പുഴുങ്ങി ഉടച്ചാണ് കൊടുക്കുന്നത്. ഒരേത്തയ്ക്ക മതിയാകും രണ്ടാൾക്കും. മദർ മിൽക്ക് 2 പേർക്കായിട്ട് എനിക്ക് കൊടുക്കാൻ തികയാത്തത് കൊണ്ട് തന്നെ ഫോർമുല മിൽക്കും കൊടുക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ അളവ് വളരെയധികം കുറച്ച് വരികയാണ്. കാരണം ഇപ്പോൾ അല്ലാതെ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് ഇതുപോലെ ഏത്തയ്ക്ക പുഴുങ്ങിയതും ഒക്കെ മറ്റും കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ അളവ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 പേർക്കായിട്ട് ഏത്തയ്ക്ക പുഴുങ്ങി ഉടച്ച് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് മക്കൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. എന്നും ഒരു 3 മണി സമയത്താണ് ഈ ഏത്തയ്ക്ക പുഴുങ്ങി ഉടച്ച് കൊടുക്കുന്നത്. ആ ഒരു സമയമാകുമ്പോൾ തന്നെ അവർ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇത് കഴിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. 2 പേർക്കും അത് വലിയ ഇഷ്ടമാണ്. ഇപ്പം ശേഷം മക്കളെ കാണാൻ വേണ്ടി എന്നും പതിവ് പോലെ നഴ്സറി വിട്ട് മക്കളുടെ ഒരു കൂട്ടുകാരി വരും കേട്ടോ. പിന്നെ അടുത്തുള്ളതാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് മക്കളെ കുളിച്ച് റെഡിയാക്കി ഞാനും കുളിച്ചൊരുങ്ങി വരും. പിന്നെ ഫുഡ് കൊടുക്കുന്നത് രാത്രി 7 മണിക്കാണ്. കുറുക്കോ അല്ലെങ്കിൽ ചോറോ അതിലേതെങ്കിലും ഒന്നായിരിക്കും കൊടുക്കുന്നത്. പിന്നെ രാത്രി 9:30 ആകുമ്പം പാല് കൊടുത്ത ശേഷം കുഞ്ഞുങ്ങളെ ഉറക്കുകയാണ് ചെയ്യാറ്.